ഹായ് ഹലോ വെൽക്കം ടു ദ ഇന്ത്യൻ കോണിക്ലർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലേറ്റർ വേദിക് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ പൊളിറ്റിക്കൽ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അവരുടെ സോഷ്യൽ ലൈഫിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാനില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ലേറ്റർ വേദിക് സൊസൈറ്റിയിലെ ഫീച്ചേഴ്സ് എടുക്കുമ്പോഴും അവിടെ ഫാമിലി തന്നെയായിരുന്നു ബേസിക് യൂണിറ്റ്. ഋഗ്വേദിക് സൊസൈറ്റിയിൽ ഉള്ളതുപോലെ തന്നെ ഫാമിലി തന്നെയായിരുന്നു ആ ഒരു സൊസൈറ്റിയുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ജോയിന്റ് ഫാമിലീസ് ആയിരുന്നു ലേറ്റർ വേദിക് സൊസൈറ്റിയും ഫോളോ ചെയ്തിരുന്നതെങ്കിലും അതിന്റെ സൈസ് കുറച്ചുകൂടെ എൻലാർജ്ഡ് ആയി. അതായത് 3-4 ജനറേഷൻസ് ഒക്കെ ഒരുമിച്ച് താമസിക്കുന്ന രീതിയിലോട്ട് ലേറ്റർ വേദിക് സൊസൈറ്റി പുരോഗമിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ സാധൂകരിക്കുന്ന ഒരു എവിഡൻസ് ആണ് നമുക്ക് വെസ്റ്റേൺ ഉത്തർപ്രദേശിൽ നിന്ന് കിട്ടിയ അടുപ്പുകളുടെ എവിഡൻസുകൾ. അപ്പൊ അതിൽ നിന്ന് നടത്തിയ എക്സ്കവേഷൻസ് വഴി ഹിസ്റ്റോറിയൻസ് അഭിപ്രായപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണൽ ഫീഡിങ്, അതായത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു രീതി, അതായത് ഒരുപാട് പേര് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു കമ്മ്യൂണൽ ഫീഡിങ് രീതി അന്നത്തെ കാലത്ത്, അതായത് ലേറ്റർ വേദിക് സൊസൈറ്റിയിൽ നിലനിന്നിരുന്നു എന്നാണ്. ഇനി നമുക്ക് അവിടുത്തെ സൊസൈറ്റിയുടെ മറ്റ് ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഋഗ്വേദിക് സൊസൈറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലേറ്റർ വേദിക് സൊസൈറ്റിയിൽ സ്ത്രീകളുടെ പ്രാധാന്യം കുറഞ്ഞു എന്ന് വേണം പറയാൻ. അതായത് അന്നും ഇന്നും, അതായത് ലേറ്റർ വേദിക് പീരീഡിലും ഋഗ്വേദിക് പീരീഡിലും പാട്രിമോണിയൽ സിസ്റ്റം ആയിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നതെങ്കിലും ഋഗ്വേദിക് സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക് കുറച്ചുകൂടി കൺസിഡറേഷൻസ് ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ ലേറ്റർ വേദിക് സൊസൈറ്റിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. അത് മാത്രമല്ല, ചൈൽഡ് മാരേജിന്റെയും സതി സിസ്റ്റത്തിന്റെയും റെയർ ആയിട്ടുള്ള എവിഡൻസുകൾ നമുക്ക് ലേറ്റർ വേദിക് സൊസൈറ്റിയിൽ കാണുകയും ചെയ്യാം. ഇനി മറ്റൊരു കാര്യമാണ്, സ്ത്രീകളെ അസംബ്ലീസിൽ പങ്കെടുക്കാൻ അനുവദിച്ചിരുന്നില്ല. നമുക്കറിയാം, ഋഗ്വേദിക് സൊസൈറ്റിയിൽ സ്ത്രീകൾ വിധാത പോലുള്ള അസംബ്ലിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ലേറ്റർ വേദിക് സൊസൈറ്റിയിൽ സ്ത്രീകൾ അസംബ്ലീസിൽ പങ്കെടുക്കുന്നത് അനുവദിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ചില ടെക്സ്ച്വൽ എവിഡൻസുകൾ പരിശോധിക്കുമ്പോൾ ലേറ്റർ വേദിക് സൊസൈറ്റിയിൽ എഴുതപ്പെട്ട ഒരു ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു വേർഡ്സ് ആണ്, ഒരു ഡോട്ടർ ആണ് എല്ലാ സോറോസിന്റെയും സോഴ്സ് എന്നുള്ള രീതിയിലുള്ള ടെക്സ്ച്വൽ എവിഡൻസുകളും നമുക്ക് ലേറ്റർ വേദിക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യം, ഋഗ്വേദിക് സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ടായിരുന്നു, കുറച്ചുകൂടി റൈറ്റ്സ് ഉണ്ടായിരുന്നു. അത് ലേറ്റർ വേദിക് സൊസൈറ്റിയിലോട്ട് വരുമ്പോഴത്തേക്കും ഡിമിനിഷ് ആവുന്നുണ്ട്. സ്ത്രീകളുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വേറെ ജോലിയൊന്നും ചെയ്യാനുള്ള ഒരു അനുവാദം അവിടെ ഇല്ലായിരുന്നു. ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിൽ മാത്രമായിട്ട് സ്ത്രീകൾ ഒതുങ്ങിപ്പോവുകയായിരുന്നു ലേറ്റർ വേദിക് സൊസൈറ്റിയിൽ. ഇനി ഇതിനേക്കാളൊക്കെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേറ്റർ വേദിക് സൊസൈറ്റിയിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ കാസ്റ്റ് സിസ്റ്റം, അതായത് അന്നത്തെ വർണ്ണ സിസ്റ്റം കുറച്ചുകൂടി റിജിഡായി. അതായത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നിങ്ങനെ ജനിക്കുമ്പോൾ നമ്മൾ ഏത് വർണ്ണയിലാണോ ജനിച്ചു വീഴുന്നത് അത് തന്നെ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് നമ്മുടെ ലൈഫ് ലോങ് ഫോളോ ചെയ്ത് പോവേണ്ട ഒരു സ്ഥിതിയിലായി ലേറ്റർ വേദിക് സൊസൈറ്റി. നേരത്തെ ഋഗ്വേദിക് സൊസൈറ്റിയിലെ പോലെ നമുക്ക് ഒക്കുപ്പേഷൻസ് നമ്മുടെ ഇഷ്ടപ്രകാരം സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വർണ്ണ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏത് വർണ്ണയിലാണോ ജനിക്കുന്നത് അത് തന്നെ നമ്മൾ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യണം. അതുപോലെ ഈ വർണ്ണയുടെ ബേസിസിലായി പിന്നീടുള്ള ഒക്കുപ്പേഷൻസ് ഒക്കെ. അതായത് ബ്രാഹ്മണാസ് എന്ന് പറയുമ്പോഴത്തേക്കും വേദങ്ങൾ പഠിക്കാനും അത് പഠിപ്പിക്കാനും അതുപോലെ റിച്വൽസ് ചെയ്യാനും ചെയ്യിക്കാനും ഒക്കെ റൈറ്റ് ഉള്ള ഒരു വർണ്ണ. ഇനി ക്ഷത്രിയാസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ കുറച്ചുകൂടെ എന്തായിരിക്കണം, ലീഡർഷിപ്പ് മെന്റാലിറ്റി ഒക്കെ ഉള്ള, അല്ലെങ്കിൽ രാജാക്കന്മാരുടേതുപോലുള്ള ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ള ഒരു ധൈര്യം, വീര്യം ഇതൊക്കെയുള്ള വർണ്ണയായിരിക്കണം ക്ഷത്രിയ. അതുപോലെ വൈശ്യാസ് എന്ന് പറയുമ്പോഴത്തേക്കും മർച്ചൻസ്, ട്രേഡേഴ്സ്, അതുപോലെ ഫാമേഴ്സ്, ഇവരൊക്കെ വൈശ്യാസിൽ വരും. ശൂദ്രാസ് എന്ന് വരുമ്പോഴത്തേക്കും ഈ 3 വർണ്ണാസിനെയും സെർവ് ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് ശൂദ്രാസിന് വരുന്നത്. ഇനി ഇതിലൊന്നും പെടാത്ത കുറെ ഔട്ട് കാസ്റ്റുകളുണ്ട്. നമ്മള് വേദിക് ലിറ്ററേച്ചർ ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ചണ്ടാലാസ് എന്നൊക്കെ വിളിക്കുന്ന ഹരിജൻസ് എന്ന് പിന്നീട് നമ്മുടെ മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച ആ ഒരു അൺടച്ചബിൾസ് ആയിട്ടുള്ള ഒരു കാസ്റ്റും അന്ന് ലേറ്റർ വേദിക് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വർണ്ണ സിസ്റ്റം റിജിഡ് ആയതാണ് ലേറ്റർ വേദിക് സൊസൈറ്റിയുടെ ഏറ്റവും
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. അത് മാത്രമല്ല നമ്മൾ ഈ വേദിക് സൊസൈറ്റിയുടെ ഇൻട്രഡക്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആശ്രമധർമ്മങ്ങൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസോടുകൂടി നമുക്ക് ലേറ്റർ വേദിക് സൊസൈറ്റിയിൽ കാണാൻ പറ്റും. ആശ്രമധർമ്മ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രാഹ്മണ്യ, അതായത് സ്റ്റുഡന്റ് ലൈഫ്, ഗാഹസ്ഥ്യ എന്ന് പറയുമ്പോൾ ഫാമിലി ലൈഫ്, വാനപ്രസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മോക്ഷത്തിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജ്, സന്യാസ എന്ന് പറയുമ്പോൾ ഒരു ഹെർമിറ്റിൻ്റെതായിട്ടുള്ള ഒരു ജീവിതം. ഈ ആശ്രമധർമാസ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസിൽ നമുക്ക് ലേറ്റർ വേദിക് സൊസൈറ്റിയിൽ കാണാൻ പറ്റും. ഇനി ലേറ്റർ വേദിക് സൊസൈറ്റി നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കും ആദ്യത്തെ 3 ക്ലാസ്സുകൾ, അതായത് ഈ വർണ്ണ സൊസൈറ്റിയുടെ വർണ്ണ സിസ്റ്റത്തിന്റെ ആദ്യത്തെ 3 ക്ലാസ്സുകൾ ദ്വിജ എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടു തുടങ്ങി. അതായത് ട്വൈസ് ബോൺ എന്നുള്ള രീതിയിൽ ദ്വിജ എന്നറിയപ്പെട്ടു തുടങ്ങി. അതുപോലെ തന്നെ ശൂദ്രാസിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തു തുടങ്ങി. അതായത് ഈ ദ്വിജ ക്ലാസ്സിന് കിട്ടുന്ന പല പ്രിവിലേജുകളും നമുക്ക് ശൂദ്രാസിനും ഔട്ട്കാസ്റ്റിനും കിട്ടിയിരുന്നില്ല. ആ പ്രിവിലേജുകളൊന്നും അവര് എൻജോയ് ചെയ്തിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷന്റെ പീരീഡ് കൂടിയായിരുന്നു ലേറ്റർ വേദിക് സൊസൈറ്റി. അതുപോലെ എഡ്യൂക്കേഷനും ആദ്യത്തെ 2 വർണ്ണാസിന് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. വൈശ്യാസിനും ശൂദ്രാസിനും എഡ്യൂക്കേഷനോ ഉപനയനമോ ഒന്നും തന്നെ അനുവദിച്ചിരുന്നില്ല. അത് ലേറ്റർ വേദിക് സൊസൈറ്റിയുടെ ഒരു ഫീച്ചറാണ്. അതുപോലെ ഗോത്ര എന്ന് പറയുന്ന കൺസെപ്റ്റും ലേറ്റർ വേദിക് സൊസൈറ്റിയുടെ ഒരു ഫീച്ചറാണ്. ഈ ഗോത്ര എന്ന് പറയുന്ന കൺസെപ്റ്റ് എമേർജ് ചെയ്യുന്നത് തന്നെ ലേറ്റർ വേദിക് സൊസൈറ്റിയിലാണ്. അതായത് ഒരു കോമൺ ആൻസെസ്റ്ററിന്റെ ഡിസെൻഡൻസിനെ നമ്മൾ ആ ആളുടെ പേരിട്ട് ഒരു ഗോത്രമാക്കി മാറ്റും. അത് പലപ്പോഴും മുനിമാരുടെ പേരിലായിരിക്കും അറിയപ്പെടുന്നത് ഓരോ ഗോത്രവും. നമ്മുടെ പുരാണങ്ങളിൽ കാണുന്ന അഗസ്ത്യ, അത്രി, ഭൃഗു ഇതുപോലുള്ള മഹർഷിമാരുടെ ഡിസെൻഡൻസിനെ ആ മഹർഷിയുടെ പേരിട്ട് ഒരു ഗോത്രമാക്കുന്ന രീതി ലേറ്റർ വേദിക് സൊസൈറ്റിയിലാണ് എമേർജ് ചെയ്യുന്നത്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അസമീസ് ഫ്രണ്ടാണ്. അവന്റെ പേര് നിഷാന്ത് നിബാസ് അത്രിയാണ്. അപ്പൊ ഈ അത്രി എന്താ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവന്റെ ആ ഒരു ക്ലാൻ ബിലീവ് ചെയ്യുന്നത് അവര് അത്രി എന്ന് പറയുന്ന മഹർഷിയുടെ ഡിസെൻഡൻസ് ആയിട്ടാണ്. അതുകൊണ്ട് അത് അവന്റെ ഗോത്ര നെയിമാണ് എന്ന് അവൻ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഗോത്ര എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിന്റെ സ്പെഷ്യാലിറ്റി. ഈ ഗോത്രങ്ങളുടെ മറ്റൊരു ഫീച്ചറാണ് ഒരേ ഗോത്രത്തിൽപ്പെട്ടവർ തമ്മിൽ മാരേജ് ചെയ്യാൻ പാടില്ല എന്നൊരു റിച്വല് അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അത് ഒരേ ഗോത്രത്തിൽ പെടുന്നവര് തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല. അതേസമയം തന്നെ 2 വർണ്ണാസിലുള്ളവർ തമ്മിൽ നടത്തുന്ന വിവാഹവും സോഷ്യലി അത്ര അക്സെപ്റ്റബിൾ അല്ലായിരുന്നു ലേറ്റർ വേദിക് സൊസൈറ്റിയിൽ. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില കാസ്റ്റ് പീപ്പിൾസിന് നമ്മുടെ ബ്രാഹ്മണന്മാർക്കും ക്ഷത്രിയന്മാർക്കും ഒക്കെ കിട്ടുന്ന പ്രാധാന്യം കിട്ടിയിരുന്നു. അതായത് രഥകാരാസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്. അതായത് ഈ രഥങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരാണ് ഈ രഥകാരാസ് എന്നറിയപ്പെടുന്നത്. അവർക്ക് ഈ പൂണൂലിടാനുള്ള, അതായത് ആ ബ്രാഹ്മണന്മാരിടുന്നത് പോലുള്ള സാക്രഡ് ത്രെഡ് ഇട്ട് ഉപനയനം കഴിക്കാനുള്ള അനുവാദം അന്നത്തെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ ചില കാസ്റ്റ് ഗ്രൂപ്പുകൾക്ക് ബ്രാഹ്മണന്മാർക്ക് കിട്ടുന്നത് പോലെ ഹയർ സ്റ്റാറ്റസ് ഒക്കെ കിട്ടിയിരുന്നു. ഇതാണ് നമ്മുടെ ലേറ്റർ വേദിക് സൊസൈറ്റിയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ. ഇതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉള്ളത് നിങ്ങൾ കമന്റിൽ ചോദിച്ചാൽ അതിൽ ഉത്തരം തരാൻ എനിക്ക് ഒരു മടിയില്ല. അത് ചെറുതാണെങ്കിൽ കമന്റിൽ തന്നെ ഞാൻ ഉത്തരം തരും, അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു വീഡിയോ തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലേറ്റർ വേദിക് സൊസൈറ്റിയുടെ എക്കോണമിയെ പറ്റി ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.